ഈ വീഡിയോയിൽ നമുക്ക് കോർഡിനേറ്റ്സിൻ്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ SSLC മോഡൽ എക്സാം 2020 ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ഫിഗർ OABC ഈസ് എ ട്രപ്പീസിയം. നമുക്കിവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. OABC എന്ന് പറയുന്നത് ട്രപ്പീസിയം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മെഷർമെൻറ്റ് തന്നിട്ടുണ്ട്. OC എന്ന് പറയുന്നത് 4√2, OC എന്ന് പറയുന്നത് 4√2. ആംഗിൾ COA 45 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കോർഡിനേറ്റ്സ് ഓഫ് എയുടെ എക്സും വൈയും കോർഡിനേറ്റ് 6, 0 തന്നിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം C to A? C to OA, അതായത് സിയിൽ നിന്ന് OAയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ സിയും OAയും കണക്ട് ചെയ്യുന്ന ഒരു ലൈൻ നമ്മൾ വരച്ചിരിക്കണം. അപ്പോൾ നമുക്ക് സിയിൽ നിന്ന് നേരിട്ടൊരു ലൈൻ OAയിലേക്ക് കണക്ട് ചെയ്യാം. നമുക്കതിന് CD എന്ന് പേര് കൊടുക്കാം. അപ്പോൾ ഇതിന് ഈ ലൈൻ ഒരു പ്രത്യേകതയുണ്ട്. ഈ CD എന്ന് പറഞ്ഞ ലൈൻ OAനെ ഈക്വൽ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടത്തെയും ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. അങ്ങനത്തെ കുറേ പ്രത്യേകതകളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ OD എന്ന് പറയുന്നത് DAക്ക് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ DO എന്ന് പറയുന്നത് ADക്ക് ഈക്വൽ ആയിരിക്കും. എങ്ങനെ വേണമെങ്കിൽ എഴുതാം. അതുപോലെ തന്നെ ഫുൾ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ തന്നേക്കാണ്. OA ഫുൾ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് OD കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും, അല്ലെങ്കിൽ DA ഒരു മെഷർമെൻറ്റ് ഏതെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇതിലുള്ള ഇടയിലുള്ള ഏതെങ്കിലും ഒരു മെഷർമെൻറ്റ് കിട്ടി × 2 അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ലെങ്ത്തായ OA കിട്ടും. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. അപ്പോൾ നമുക്കിതിൽ കണ്ടുപിടിക്കേണ്ടത് CD എന്ന് പറഞ്ഞ ഇതിൻ്റെ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, അതായത് ട്രയാങ്കിൾ OCD, അതായത് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് വിളിക്കാം. എന്തുകൊണ്ടാണ്? അതിൽ ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് കിട്ടാൻ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. sin 45 അങ്ങോട്ട് ചെയ്താൽ മതി. sin 45 കിട്ടണമെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞൊരു ഫോമുല നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? sin 45യുടെ ഓപ്പോസിറ്റ് സൈഡാണ് CD. അങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ sin 45 എടുത്തത്. CD ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് OC. ഇനി sin 45 നമ്മൾ നേരത്തെ മുമ്പത്തെ വീഡിയോസിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. sin 45യുടെ വാല്യൂ ബൈ ഹാർട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1/√2 ഈസ് ഈക്വൽ ടു CD നമുക്ക് കണ്ടുപിടിക്കണം, ഡിവൈഡഡ് ബൈ OC എന്ന് പറയുന്നത് 4√2. ഇനി CDനെ ഇവിടെ നിർത്തിയിട്ട് ബാക്കി എല്ലാത്തിനും അങ്ങോട്ട് കൊണ്ടുപോകാം. അതായത് CDനെ നമ്മൾ ഇവിടെ നിർത്തി ഈക്വൽ ടു 4√2നെ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ന്യൂമറേറ്ററിൽ വരും, ഡിവൈഡ് ബൈ ഇവിടെ ഓൾറെഡി ഉള്ള √2. √2ഉം വെട്ടി. അപ്പോൾ CD എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി? 4 യൂണിറ്റ്സ് ആണെന്ന് കിട്ടി. ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് B ആൻഡ് C. ബിയുടെയും സിയുടെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെയും നമ്മൾ ഈ ട്രയാങ്കിൾ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ട്രയാങ്കിൾ OCD. ഇവിടെ ആംഗിൾസും സൈഡ്സും വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്, ഈ ആംഗിൾ 45 ഡിഗ്രി ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? 90 പ്ലസ് ഏതെങ്കിലും ഒരു ട്രയാങ്കിളിൻ്റെ 2 ആംഗിൾ തന്നിട്ടുണ്ട്. ആ 2 ആംഗിൾ കൂടി പ്ലസ് ചെയ്ത് 180 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 45. ഇവിടെ 45 ആയിരിക്കും. അപ്പോൾ ഇതിലുള്ള ആംഗിൾസ് എത്രയാണ്? 45 ഡിഗ്രി. നമ്മൾ മുമ്പ് ഇതേപോലെ തന്നെയാണ് പഠിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് എത്രയാണ്? 1:√2. ഇനി ഇതിന് പ്രത്യേകത ഉണ്ട്. ആംഗിൾസ് സെയിം ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡിൻ്റെ മെഷർമെൻറ്റ് ഇപ്പോൾ ഈ ഒരു ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് CD. നമ്മളത് കണ്ടുപിടിച്ചു. എത്രയാണ്? 4 ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഈ CD എന്ന് പറഞ്ഞ ഈ മെഷർമെൻറ്റും അതുപോലെ ഇവിടുത്തെ ഓപ്പോസിറ്റ് സൈഡാണ് OD. ഇതും എത്രയായിരിക്കും? 4 ആയിരിക്കും. അപ്പോൾ CD നമുക്ക് നേരത്തെ കിട്ടി 4 യൂണിറ്റ്സ് ആണ്. അതേപോലെ തന്നെ ODയും കിട്ടി. എത്രയാണ്? 4 ആണെന്ന് കിട്ടി. അപ്പോൾ 45 ഡിഗ്രിയിലെ ഒരു സംഭവം എത്രയാണ്? 4 ആണ്. അടുത്തതും 4 ആയിരിക്കും. 4√2 ആയിരിക്കും. ഈ ഒരു കാര്യങ്ങൾ ഇതിൻ്റെ തന്നെ പാറ്റേണിൽ പഠിക്കുക. ആദ്യം തന്നെ ആംഗിൾസ്, റേഷ്യോ ഓഫ് ദെയർ സൈഡ്സ്, പിന്നെ സൈഡിൻ്റെ മെഷർമെൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. അടുത്തത് നമുക്ക് ആദ്യം തന്നെ സിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. എക്സ് കോർഡിനേറ്റ് ഓഫ് സി എന്ന് പറയുമ്പോൾ നമുക്കറിയാം OD എന്ന് പറയുന്നത് ഈ ഒരു സംഭവവും ഈ ഒരു മെഷർമെൻറ്റും ഈക്വലാണ്. അപ്പോൾ OD തന്നെയാണ് ഇവിടുത്തെ മെഷർമെൻറ്റും വരാം. അപ്പോൾ OD ഇവിടെ 4 ആണെങ്കിൽ
ഇവിടുത്തെ സിയുടെ കോർഡിനേറ്റും എന്തായിരിക്കും 4 തന്നെയായിരിക്കും. അതുപോലെ തന്നെ സി ഡി എന്ന് പറഞ്ഞത് കണ്ട ഈ ഒരു മെഷർമെൻറ്റ്, അതായത് വൈ ആക്സിസിലുള്ളത് അത് 4 ആണെങ്കിൽ വൈ കോർഡിനേറ്റും എന്തായിരിക്കും 4 തന്നെയായിരിക്കും. അപ്പോൾ സിയുടെ കോർഡിനേറ്റ് നമുക്ക് 4,4 എന്ന് കിട്ടി. അപ്പോൾ ഒരു കോർഡിനേറ്റ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ബിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. എക്സ് കോർഡിനേറ്റ് ഓഫ് ബി, അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള അകലം തന്നെയായിരിക്കും ഇവിടം തൊട്ട് ഇവിടം വരെ. കണ്ട നേരെയാണ് പോകുന്നത്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞത് എക്സ് കോർഡിനേറ്റ്സ് ഓഫ് എ തന്നെയായിരിക്കും. അതേതായിരിക്കും? എക്സ് കോർഡിനേറ്റ് ഓഫ് എ 6 ഇങ്ങനെ കണ്ടുപിടിക്കാം. അതുപോലെ വൈ കോർഡിനേറ്റ് ഓഫ് ബി എന്ന് പറയുന്നത് നോക്കിയേ, വൈ കോർഡിനേറ്റ് ഈ ഒരു സംഭവം കണ്ട, ഇതാണ് വൈ കോർഡിനേറ്റ്. ഈ ഒരു മെഷർമെൻറ്റ് തന്നെയായിരിക്കും ഇവിടെയും വരുന്നത്. അപ്പോൾ ഇത് CD 4 ആണെങ്കിൽ ഇതും എന്തായിരിക്കും 4 ആയിരിക്കും. അപ്പോൾ വൈ കോർഡിനേറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞത് വൈ കോർഡിനേറ്റ് ഓഫ് സി ആയിരിക്കും. അത് സെയിം ആയിരിക്കുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ ഒരു മെഷർമെൻറ്റ് തന്നെയായിരിക്കും ഈ ഒരു മെഷർമെൻറ്റ്. അപ്പോൾ 4 തന്നെയായിരിക്കും ഇവിടുത്തെ ആൻസർ. അപ്പോൾ കോർഡിനേറ്റ്സ് ഓഫ് ബി എത്രയാണ്? 6,4 എന്ന് ആൻസർ കിട്ടും. അങ്ങനെ 2 കോർഡിനേറ്റും ബിയുടെയും സിയുടെയും കോർഡിനേറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫിഗർ എയുടെ കോർഡിനേറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 6ഉം 0. ഈസ് എ പോയിന്റ് ഓൺ എ സർക്കിൾ. എ എന്ന് പറഞ്ഞത് സർക്കിളിൽ ഉള്ളൊരു പോയിൻ്റാണ്. വിത്ത് ഒറിജിൻ ഒ എന്ന് പറയുന്നത് ഒറിജിൻ ആണ്. ഇഫ് ആംഗിൾ AOB, അതായത് AOB അല്ലെങ്കിൽ എങ്ങനെ പറയാം BOA ഏതാണ്? 30 ഡിഗ്രി തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റേഡിയസ്? റേഡിയസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ഒറിജിൻ വന്നതുകൊണ്ട് ഈ സർക്കിളിനെ ഈക്വൽ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരത്തെ നമ്മൾ ഡയാമീറ്റർ എന്ന് പറയും. ഇനി ഡയാമീറ്റർ ഇവിടെ ഒറിജിൻ ആണെങ്കിൽ ഈ ഒരു ഭാഗത്തെ റേഡിയസ് ആണ്. ഇനി ഇങ്ങോട്ട് വരച്ച റേഡിയസ് ആണ്. OB റേഡിയസ് ആണ്. OA റേഡിയസ് ആണ്. അപ്പോൾ റേഡിയസ് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. OAയുടെ എക്സ് കോർഡിനേറ്റ് എന്താണോ അതാണ് സർക്കിളിൻ്റെ റേഡിയസ് ആയിട്ട് വരുന്നത്. അപ്പോൾ OAയുടെ ദൂരം എത്രയാണ്? എയുടെ എക്സ് കോർഡിനേറ്റ്, അത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരമാണ് 6. അപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞത് എത്രയാണ്? 6 യൂണിറ്റ്സ് എന്ന് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് കോർഡിനേറ്റ്സ് ഓഫ് ബി. ബിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ബിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ബിയിൽ നിന്ന് ഒരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കേണ്ടി വരും. ബിയിൽ നിന്ന് ഒരു ലൈൻ OAയിലേക്ക് വരയ്ക്കേണ്ടി വരും. നമുക്ക് BC എന്ന് പേര് കൊടുക്കാം. അപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ ആംഗിൾ എത്ര വന്നു? 90 ഡിഗ്രി വന്നു. ട്രയാങ്കിൾ OBC എങ്ങനെ വേണമെങ്കിൽ പേരിടാം. OCB എന്നോ BCO എന്നോ എങ്ങനെ വേണമെങ്കിൽ പേരിടാം. അപ്പോൾ ട്രയാങ്കിൾ OBC ഇതിൽ 3 ആംഗിൾസ്, ഒന്ന് 30 വന്നു, പിന്നെ എത്രയാണ് വന്നേക്കുന്നത്? 90 വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇത് രണ്ടും പ്ലസ് ചെയ്തിട്ട് 180 എന്ന് മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 30, 60, 90. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണ് വരുന്നത്? 1:3:2 ഇതാണ് മെഷർമെൻറ്റ് വരുന്നത്. ഇനി നമ്മൾ സൈഡ്സ് നോക്കിയേ. 30യുടെ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? BA. ഇനി 60യുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? OC. ഇനി 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? OB. അപ്പം നമുക്ക് OB എത്ര നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 6 ആണ്. അപ്പം ഇതിൻ്റെ പകുതി ആയിരിക്കും ഈ BA എന്ന് പറയുന്നത്. അതെത്രയാണ്? 6/2 3. അതിൻ്റെ √3 ആണ് OC. അങ്ങനെയാണ് ഈ സൈഡ്സിൻ്റെ മെഷർമെൻറ്റ് കണ്ടുപിടിക്കുക. ആദ്യം നമ്മൾ ആംഗിൾസ് കണ്ടു, സൈഡ്സിൻ്റെ റേഷ്യോ കണ്ടു, സൈഡ് ഏതാണെന്ന് എഴുതി. അതേപോലെ തന്നെ OB ഒരു സൈഡിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ OBയുടെ പകുതിയാണ് BA. ഈ റേഷ്യോ വെച്ച് നോക്കുമ്പോൾ 1ഉം 2ഉം വെച്ചുള്ള റേഷ്യോ വെച്ച് നോക്കുമ്പോൾ OBയുടെ പകുതി. അപ്പോൾ 6/2 3. അതിൻ്റെ √3 ഭാഗമാണ് OC എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക. ഇനി ബിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ എളുപ്പമായി. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളത് എക്സ് കോർഡിനേറ്റ് ആണ്. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ, അതായത് OCയുടെ മെഷർമെൻറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. OC അതാണ് ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് വരുന്നത്. അപ്പോൾ ബിയുടെ കോർഡിനേറ്റ് ഇതൊക്കെയാണ്. എക്സ് വരുന്നത് OC തന്നെയാണ് ഇവിടെയും. ഈ ഒരു മെഷർമെൻറ്റും ഇതും സെയിം അല്ലേ? അപ്പോൾ OC എന്ന് പറയുന്നത് 3√3. ഇതാണ് എക്സ് കോർഡിനേറ്റ്. ഇനി വൈ കോർഡിനേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? BA കണ്ട, ഇതാണ് BA. ഇതും ഈ അളവും കറക്റ്റ് ആണല്ലോ, ഇതും. അപ്പോൾ BA എന്ന് പറയുന്നത് 3. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 3√3യും വൈ കോർഡിനേറ്റ് 3. അങ്ങനെയാണ് ഇതിൻ്റെ കോർഡിനേറ്റ്സ്, ബിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക.
2019 മോഡൽ എക്സാമിന് ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ദ കോർഡിനേറ്റ്സ് ഓഫ് 2 ഓപ്പോസിറ്റ് വെർട്ടിസസ് ഓഫ് എ റെക്റ്റാങ്കിൾ ആർ ഗിവൺ. അതായത് 2 ഓപ്പോസിറ്റ് വെർട്ടിസസിലുള്ള മെഷർമെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട് റെക്റ്റാങ്കിളിൻ്റെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിത്തൗട്ട് ഡ്രോയിങ് മാർക്ക് ദീസ് പോയിന്റ്സ്. റഫായിട്ട് ഡ്രോ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്, കറക്റ്റ് മെഷർമെൻ്റ് ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. ഇതിൽ ഓപ്പോസിറ്റ് വെർട്ടിസസ് എന്ന് പറയുമ്പോൾ ഇതും ഇതും അല്ലെങ്കിൽ ഇവിടെയും ഇവിടെയും പേര് കൊടുക്കാം. എ, ബി, സി, ഡി 4 പേര് കൊടുത്തു. ഇതിൽ 7,8 7 എന്ന് പറയുമ്പോൾ എക്സ് കോർഡിനേറ്റാണ് വരുന്നത്. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെയെങ്കിലും എക്സ് കോർഡിനേറ്റ് വരും. അപ്പോൾ സി നമുക്ക് 7,8 എന്ന് കൊടുക്കാം. ഇതിന് നേരെ ഓപ്പോസിറ്റ് വെർട്ടിസ് ഏതാണ്? എ 1,3. ഇതായിരിക്കും ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് അതർ വെർട്ടിസസ്. എയുടെയും സിയുടെയും ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 വെർട്ടിസസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. ഇനി ബിയുടെയും ഡിയുടെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബിയുടെ നമുക്ക് ആദ്യം എക്സും കണ്ടുപിടിക്കണം, വൈയും കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരവും ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരവും ഒന്നാണ് നമുക്കറിയാം. അപ്പോൾ സിയുടെ അതേ എക്സ് ആക്സിസ് തന്നെയായിരിക്കും ബിക്കും വരുന്നത്. അതേപോലെ തന്നെ ബിയുടെ വൈ ആക്സിസിൻ്റെ ഉയരം നോക്കി, ഇവിടുന്ന് ഇങ്ങോട്ട്. അപ്പോൾ അതേ തന്നെയായിരിക്കും എയിന്ന് ഡിയിലേക്ക്. അപ്പോൾ ഇവിടെ 3 ആണെങ്കിൽ 7,3 എന്ന് ഇവിടെ കിട്ടും. അപ്പോൾ ബി കോർഡിനേറ്റ്സ് 7,3 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡി കോർഡിനേറ്റ്സ് ആണ്. എയുടെ എക്സ് കോർഡിനേറ്റ് 1 ആയതുകൊണ്ട് ഇവിടെ ഡിയുടെ എക്സ് കോർഡിനേറ്റും എന്തായിരിക്കും? 1 തന്നെയായിരിക്കും. ഇനി വൈ കോർഡിനേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം എത്രയാണ്? 8 ആണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരവും എത്ര വരും? 8 വരും. അപ്പോൾ 1,8 എന്ന് ആൻസർ കിട്ടും. അങ്ങനെ ബിയുടെയും ഡിയുടെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ചു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ലെങ്ത് ഓഫ് ഇറ്റ്സ് ഡയഗണൽസ്. ഡയഗണൽ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഒന്നുകിൽ നമുക്ക് എ സി കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ബി ഡി കണ്ടുപിടിക്കാം. എ സി എങ്ങനെ കണ്ടുപിടിക്കും? റൂട്ട് ഓഫ് x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ എന്ന ഫോർമുല. x2 - x1 ഹോൾ സ്ക്വയറിന് പകരം നമുക്ക് x1 - x2 ഹോൾ സ്ക്വയർ എന്നിട്ടാലും കറക്റ്റാണ്. അപ്പോൾ എ സി എന്ന് പറയുമ്പോൾ എയുടെ കോർഡിനേറ്റ് 7ഉം 8ഉം വരുന്നുണ്ട്, 1ഉം 3ഉം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യാം നമുക്ക്. 7 - 1 ഹോൾ സ്ക്വയർ പ്ലസ് 8 - 3 ഹോൾ സ്ക്വയർ റൂട്ട് ടു 7 - 1 എത്രയാണ്? 6 സ്ക്വയർ പ്ലസ് 3 - 8 എത്രയാണ്? 5 സ്ക്വയർ. അപ്പോൾ 36 പ്ലസ് 25 എത്ര കിട്ടും? 106 റൂട്ട് 61 എന്ന് ആൻസർ കിട്ടി. അതാണ് ലെങ്ത് ഓഫ് ഇറ്റ്സ് ഡയഗണൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.